അല്ല, നമുക്കൊക്കെ അറിയാമല്ലോ, നമ്മുടെ ഇന്നത്തെ ചർച്ച ഈ വിഷയത്തിലായിരുന്നില്ല. നമ്മൾ മറ്റൊരു വിഷയം ചർച്ച ചെയ്യാനാണ് തീരുമാനിച്ചിരുന്നത്. എന്നെ മുൻകൂട്ടി അറിയിച്ചിരുന്നത് മറ്റൊരു വിഷയമല്ല, സർക്കാർ സ്പാർക്ക് മുഖേന സർക്കാർ ഡേറ്റ ചോർത്തുന്നതിനെ പറ്റിയുള്ളൊരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യാനിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് എന്താണ്? വീണ ജോർജിനെതിരെ കോൺഗ്രസിൻ്റെ അക്രമം ഉണ്ടാകുന്നു, കോൺഗ്രസ് ആക്രമിക്കുന്നു എന്ന് പറഞ്ഞ് മറ്റൊരു ചർച്ച നമ്മൾ നടത്തുന്നു. യഥാർത്ഥത്തിൽ ഇത്രയേ വീണ ജോർജ് ഉദ്ദേശിച്ചുള്ളൂ. അത് നടന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. അക്കാര്യത്തിൽ അവരുടെ മിടുക്ക് തെളിയിച്ചു എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. കാരണം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇതിനിടയിൽ മറന്നുപോയി. നിങ്ങൾ ഈ മുന്നോട്ട് വെച്ച എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകൾക്കുള്ള ഉത്തരം എൻ്റെ കയ്യിലുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ KSUക്കാർ ആക്രമിച്ചു, വനിതാ പ്രവർത്തകരെ കൂട്ടി ആക്രമിച്ചില്ല. കോൺഗ്രസ്സുകാരോ DYFIക്കാരോ SFIക്കാരോ KSUക്കാരോ സമരത്തിന് പോകുമ്പോൾ അത് അല്ലെങ്കിൽ വനിതയാണ് കരിങ്കൊടി കാണിക്കാൻ പോകുന്നത്, വനിതാ മന്ത്രിയാണ് കരിങ്കൊടി കാണിക്കാൻ പോകുന്നത്, അപ്പോൾ വനിതകൾ പോകട്ടെ എന്ന് പറയുന്ന ഒരു കീഴ്വഴക്കമൊന്നും രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്ന ഒന്നല്ല എന്നുള്ളത് എനിക്കും നിങ്ങൾക്കും അറിയാവുന്നതാണ്. പിന്നെ ഈ പറയുന്നത് പോലെ അവരേതെങ്കിലും ഒരു തരത്തിൽ, ഞാനിപ്പോൾ വളരെ പബ്ലിക്കായിട്ട് ഒരു മാധ്യമത്തിൻ്റെ പ്ലാറ്റ്ഫോമിൽ ഇരുന്നു കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ റെയിൽവേയുമായി ബന്ധപ്പെട്ട CCTV അവിടെയുണ്ട്, അവിടെ മാധ്യമപ്രവർത്തകരുണ്ടായിരുന്നു. ഇവരുടെയൊക്കെ കൺമുൻപിൽ നിന്നുകൊണ്ടാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നടന്നത്. KSU പ്രവർത്തകർക്കെതിരെ വലിയ വീറോടുകൂടെ വാശിയോടുകൂടെ ആക്രോശിച്ച് വരുന്ന വീണ ജോർജിനെ നമ്മൾ കണ്ടു. ആ KSUക്കാർ ആരെങ്കിലും അത്തരത്തിലൊരു അക്രമം നടത്തിയതായിട്ടുള്ള തെളിവ് നിങ്ങൾ മുന്നോട്ട് വെച്ചാൽ, ഈ പറയുന്ന SFIക്കാരോ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളോ കേരളത്തിൻ്റെ മുഴുവൻ ആഭ്യന്തര സംവിധാനവും കയ്യിലുള്ള പോലീസോ ഏതെങ്കിലും ഒരു KSUക്കാരൻ അവരെ ഏതെങ്കിലും ഒരു തരത്തിൽ ശാരീരികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിഞ്ഞാൽ, പ്രതിപക്ഷ നേതാവ് പറഞ്ഞല്ലോ, ആ KSUക്കാരൻ പിന്നെ പാർട്ടിയിൽ ഉണ്ടാകില്ല എന്നുള്ളത് ഞങ്ങൾ പറയുന്ന തീരുമാനമാണ്. ലഭ്യമായ ദൃശ്യങ്ങളിൽ നിന്ന്, ലഭ്യമായ തെളിവുകളിൽ നിന്ന് ഏതെങ്കിലും KSUക്കാരൻ മന്ത്രിയെ കായികമായി ആക്രമിക്കുന്ന ദൃശ്യമോ തെളിവോ നമ്മുടെ മുന്നിൽ ഇല്ല. ഞാൻ ചോദിക്കുന്നത്, ഒരു സഡൻലി പൊടുന്നനെ കുറച്ചു പേർ ചാടി വീണ് കരിങ്കൊടി കാണിക്കുക. ഒരു നിമിഷം ഇപ്പോൾ പൊടുന്നനെ കുറച്ച് പേർ നിങ്ങളുടെ മുമ്പിലേക്ക് ചാടി വീഴുകയാണ്. വീഴുമ്പോൾ നമ്മുടെ റിയാക്ഷനിൽ നമുക്ക് പരിക്ക് പറ്റാമല്ലോ. പെട്ടെന്ന് ഞെട്ടിത്തിരിയുമ്പോൾ കഴുത്തുളുക്കാം, കാലൊടിയ, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അപ്പോൾ അത് സംഭവിച്ചു, ഓക്കെ, നിങ്ങൾ അതിൽ നടപടി എടുക്കുക, അതൊക്കെ നിങ്ങളുടെ സംഘടനാപരമായ കാര്യം. പക്ഷെ അവരെ അപമാനിക്കുന്നത് എന്തിനാണ്? അത് അഭിനയമാണ്, മോണോ ആക്ട് ആണെന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? അല്ല, ഇത്തരത്തിൽ എന്താണിന്ന് നിങ്ങൾ കോൺഗ്രസ്സുകാർ മാത്രം പറഞ്ഞിട്ടില്ലെങ്കിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയല്ലേ. ഇന്ന് MV ഗോവിന്ദൻ്റെ പ്രസ്താവന എന്തായിരുന്നു? ഷംസീറിനെ പോലെയുള്ള അല്ലെങ്കിൽ കണ്ണൂരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മുതിർന്ന നേതാക്കന്മാരായിട്ടുള്ള CPMകാരായിട്ടുള്ള നേതാക്കന്മാരുടെ പ്രസ്താവന എന്തായിരുന്നു? KSUക്കാർ വീണ ജോർജിനെ ആസൂത്രിതമായി കൊല്ലാൻ ശ്രമിച്ചു എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി പറയുന്നത്.